ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു തമ്പുരാന്റെ അമ്മ അവിടുത്തെ ശുശ്രൂഷകരോട് പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന്. രണ്ട് കാര്യങ്ങളാണ് ഈ വാക്കുകളിൽ അർത്ഥമാക്കുന്നത്. ഒന്ന്, പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ പുത്രൻ തൻ്റെ വാക്ക് അനുസരിക്കും എന്നുള്ള ഉറപ്പ്. ഇന്ന് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എത്ര മാതാപിതാക്കൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മക്കൾ എന്ന്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിനെന്ന്. ഈ നോമ്പുകാലം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഉറ്റിരിപ്പാനുള്ള സമയമായിട്ട് വേർതിരിക്കാം. ദൈവാശ്രയത്തിൽ വളരുന്ന നല്ല തലമുറകളായി വളരുവാൻ, നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുവാൻ വേണ്ടി നമുക്ക് ദൈവം മുമ്പാകെ കണ്ണുനീർ വാർക്കാം. വീണ്ടും പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് അവൻ്റെ കൽപ്പന പോലെ ചെയ്യുവീനെന്നാണ്. യേശു തമ്പുരാന്റെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുമായിരുന്നു. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പുകാലം പ്രാർത്ഥനയോടും ജാഗരണത്തോടും ദൈവസ്നേഹത്തിൽ ഉറ്റിയിരിപ്പാനും, ദൈവസ്നേഹം മനുഷ്യ സ്നേഹമായി മാറി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള സമയമായിട്ട് ഈ നോമ്പുകാലത്തെ നമുക്ക് വേർതിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.